മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പം ഞാനിവിടെ വെറുതെ ഒരുങ്ങി നിൽക്കുന്നു. ഈ 2 ഷാളും കൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. മേക്കപ്പ് ലുക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ചെയ്തൊന്ന് കാര്യം കാണിച്ചാൽ ഈ ജേഴ്സി ഷാളിട്ട് ഇതും കമ്പയർ ചെയ്തിടുമ്പോൾ പിന്നെ എന്താ ചുറ്റിയല്ല മേക്കപ്പൊക്കെ ഫൈനലി ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷാളിൻ്റെ സെറ്റാക്കാം. സെപ്റ്റംബറിലേക്ക് നെറ്റോട് ഞാൻ യൂസ് ചെയ്യാത്തുള്ളത്. ഇതിലേക്ക് ഈ മാല ഇട്ടുള്ളത് നമുക്ക് കുറേ ഷാളിൻ്റെ വീതൊക്കെ നോക്കിയെടുക്കാൻ പറ്റും. ഞാൻ ചൂസ് ചെയ്യുന്ന ഷാൾ ഇതാണ്. ഇത് ഭയങ്കര ഒരു മാച്ച് ആയിട്ടുള്ള ഷാളാണ്. ഭയങ്കര കോൺഫിഡൻസ് ജസ്റ്റ് ലൈക്ക് ജേഴ്സി ഷാളെന്ന് പറയാൻ പറ്റില്ല. കാരണം ജേഴ്സി ഷാളെന്ന് പറയാൻ പറ്റും. കാരണം ഇവിടെ ലൈറ്റ് വർക്ക്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റും. സോ ഇതിങ്ങനെ ഇട്ടുള്ളത് ഭയങ്കര ഐ തിങ്ക് ഭയങ്കര ഒരു ബ്രസ്റ്റായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല എനിക്ക് തോന്നി. നമ്മളിങ്ങനെ ചുരിദാറിൻ്റെ ഒക്കെ കിടുമ്പോൾ ഇത് ഭയങ്കര മസ്റ്റായി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഈ ജേഴ്സി ഷാളാണ്. ഇതെങ്ങനെയാണ് പലർക്കും ഇടുന്നത് അറിയില്ല. ഞാൻ കാണിച്ചില്ല. ഇതിങ്ങനത്തെ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാനിവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് പലരും ചൂസ്. ബട്ട് നോ ഗൈസ്, നമ്മൾ അങ്ങനല്ല കേട്ടോ. ജേഴ്സി ഷാളുടെ നമ്മൾ ഇങ്ങനാക്കിയിട്ട് മുടി കാണാൻ പാടില്ല കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ ജേഴ്സി ഷാളുടെ ഭയങ്കര ഈസ്റ്റിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ജേഴ്സി ഷാൾ. ജേഴ്സി ഷാൾ എന്ന് പറയാൻ പറ്റാത്തൊരു കോട്ടൺ ഷാൾ. അതൊക്കെ നമ്മൾ ചൂടെത്തുമ്പോൾ ജേഴ്സി ഷാളിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ പുതുമാരികളൊക്കെ ഈ മണിക്കൊരു കോട്ടൺ ഡ്രസ്സുണ്ട്. അറബി ലുക്കാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഇതാട്ടോ. ഇങ്ങനെയാണ് ചെയ്യുക. സോ അതിങ്ങനെ സെറ്റായി അല്ലേ. കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാണ്. ഒരു ഇതാണ്. പിന്നെ ഈ കേട്ടോ ഈ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതെനിക്ക് അത്രക്കൊന്നും പിടിക്കാത്തൊരു സംഭവമാണ്. എന്നാലും കുഴപ്പമില്ല അല്ലേ. ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയത് സ്ഥിതിക്ക് ട്രൈ ചെയ്തൊക്കെ മോശമല്ലേ. ഇത് സാധാരണ മിക്ക ഡ്രസ്സിനാച്ചിലും ഇതിങ്ങനെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കള്ളൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അറബിക്കത്തിൻ്റെ തൊണ്ടോ. ഇത് സാധാരണ ഒരു മഫ്ത സ്റ്റൈലാണ് തന്നെ. സാധാരണ ഇങ്ങനെ ഇട്ടത് യൂസ് ചെയ്യും. അങ്ങനെ ഓവർ ഹീറ്റഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബോറിങ് ആണ്. ഭയങ്കര രസമല്ലേ. അങ്ങനെ ഇഷ്ടത്തിൽ കയ്യിൽ ഭയങ്കര ഒരു ഗിൽട്ടറിലായി. ഇത് നമുക്ക് മാച്ച് ആയിട്ട് ഒരു ഷാളും കൂടി ചൂസ് ചെയ്യാൻ പറ്റുന്ന കാണിച്ചു. ഞാൻ കുറച്ച് ഷാൾ യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ മുഴുവനായിട്ട് ചുരിദാസിൻ്റെ ഷാളാണ് യൂസ്. അതിന് കാണിച്ചിട്ടുള്ള സമയം നമുക്കില്ല. ഇത് എനിക്ക് ഇങ്ങനെ ചൂസ്. ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന് പോയി. ബട്ട് എല്ലാവരും എന്നെ നോക്കണത് കേട്ടോ. കുഴപ്പമില്ല. അപ്പം എത്ര മതി. അയ്യോ എല്ലാത്തിലും കാണിച്ചില്ല. അങ്ങോട്ട് തടക്കാൻ ഇങ്ങോട്ടൊന്നുമില്ല. അത് വരാം. എന്തെങ്കിലും ഉണ്ടാവില്ലേ. നമുക്ക് അങ്ങോട്ട് തറക്കാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അയ്യോ വീടൊക്കെ എടുത്ത് വെക്കണ്ടേ. ബേസിക്കലി ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഷാൾ ഹൗ യു ആർ പുട്ടിങ് യുവർ ലൈഫ് ലൈക്ക് ദിസ്. ഓൾ വിൽ ലുക്ക് യുവർ ഫേസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. അപ്പം എന്നെ പലരും ചോദിച്ചിരുന്നു ബേസ് മേക്കപ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു മിലിറ്ററി ബേസ് മേക്കപ്സ് ആണ് നമുക്ക് പറയാം. ബട്ട് എൻ്റെ ഇതിൽ ഇതൊരു മിലിറ്ററി അല്ല. ഇതും എനിക്കൊരു ഓവറായിട്ടാണ് തോന്നുന്നത്. ഞാൻ ബേസ് മേക്കപ്സ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം. ഇപ്പോഴെങ്കിലും എന്നെ
വെറുതെ വിട്. So, all of you, bye bye. Like, comment, share, subscribe. Bye bye.